നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ളൊരു വാക്കാണ് ഉണ്ട് എന്നുള്ളതിന്. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട് എന്നുള്ളത് ഹാവ്, ഐ ഹാവ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഐ ഹാവ് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ട്, എനിക്കുണ്ട് എന്നൊക്കെയാണ് അർത്ഥം. ഇത് അവിടെയുണ്ട്, അല്ലെങ്കിൽ പുറത്തുണ്ട്, അകത്തുണ്ട്, മേശയിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഹാവ് എന്ന് ഉപയോഗിക്കില്ല. ഹാവ് എന്ന് ഒരാളെ ബന്ധിച്ചുകൊണ്ട് പറയുമ്പോഴേ ഉപയോഗിക്കുള്ളൂ. വി ഹാവ്, ഞങ്ങൾക്കുണ്ട്, ഈ രീതിയിൽ. അപ്പോൾ അങ്ങനെ പുറത്തുണ്ട്, അകത്തുണ്ട്, അവിടെയുണ്ട് എന്നൊക്കെ ഉള്ളതിന് എങ്ങനെ പറയുക? ദേർ ഈസ് എന്നാണ് പറയുക. അത് സെപ്പറേറ്റ് ആകുമ്പോൾ ദേർ എന്ന് പറഞ്ഞാൽ അവിടെ എന്നാണ്, ഈസ് എന്ന് പറഞ്ഞാൽ ആണ് എന്നുമാണ്. പക്ഷേ അങ്ങനല്ല, ഇത് ഒറ്റ വാക്കായിട്ടാണ് ഉപയോഗിക്കുക. ദേർ ഈസ് ഉണ്ട്. ദേർ ഈസ് എ ബേർഡ്, ഒരു പക്ഷിയുണ്ട്. ഔട്ട്സൈഡ്, പുറത്തൊരു പക്ഷിയുണ്ട്. അപ്പോൾ ദേർ ഈസ് എ ബേർഡ്. എ എന്നുള്ളത് വിട്ടാലും കുഴപ്പമില്ല. ദേർ ഈസ് ബേർഡ് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. സംസാരിക്കുമ്പോൾ നിങ്ങൾ എ എവിടെ എന്നൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ദേർ ഈസ് എ ബുക്ക് ഓൺ ദി ടേബിൾ. ടേബിൾ എന്തുണ്ട്? ബുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ദേർ ഈസ് എ ബുക്ക് എന്നാണ് പറയുന്നത്, ഒരു ബുക്ക് എന്നുള്ളത്. അതിൽ ദേർ ഈസ് ബുക്ക് ഓൺ ദി ടേബിൾ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അതുപോലെ ഓൺ ദി ടേബിൾ എന്നുള്ളതിന് ഇൻ ദി ടേബിൾ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ശരിയായ രൂപം ഓൺ ദി എന്നുള്ളത് മാത്രം. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇത് ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയുന്നത് വെച്ചിട്ട് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ പറയുക ദേർ ഈസ് എ ബുക്ക് ഇൻ ദി ടേബിൾ എന്ന് പറയുക. കുഴപ്പമില്ല, അങ്ങനെ തന്നെ നിങ്ങൾക്ക് സംസാരിക്കും. ആദ്യം കഴിയുന്നില്ല അങ്ങനെ സംസാരിച്ചോളൂ. അത് പറയുമ്പോൾ തെറ്റുന്നത് നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ദേർ ഈസ് എ ബുക്ക് ഓൺ ദി ടേബിൾ. അതുപോലെ തന്നെ ഇത് കുറച്ച് കൂടുതൽ എണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ദേർ ഈസ് എന്നുള്ളൊരു പകരം ദേർ ആർ എന്നാ. ദേർ ആർ കാർസ് ഔട്ട്സൈഡ് ദി ഹോം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദി ഹൗസ്. വീട്ടിന് പുറത്ത് എന്തുണ്ട്? കുറച്ച് കാറുകളുണ്ട്. അല്ലെങ്കിൽ 2 കാർസ് എന്ന് പറയാം. അപ്പോഴൊക്കെ ദേർ ആർ എന്നാണ് ഉപയോഗിക്കുക. ദേർ ആർ, ദേർ ഈസ്. ദേർ ഈസ് എ ബിൽഡിംഗ് ഇൻ ടൗൺ. ടൗണിൽ ബിൽഡിങ് ഉണ്ട്. അത് നമ്മുടേതല്ല, അതുകൊണ്ട് നമ്മൾ ഐ ഹാവ് ബിൽഡിംഗ് ഇൻ ടൗൺ എന്ന് പറയാത്തത്. അതല്ലെങ്കിൽ ദേർ ആർ മെനി ബിൽഡിങ്സ്, അവിടെ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട് എന്നും പറയാം. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുള്ളതും കുറച്ച് കാര്യങ്ങളുള്ളതും ഒറ്റൊന്നാണെങ്കിലും ഒക്കെ നമുക്ക് ദേർ ഈസും ദേർ ആറും ഉപയോഗിക്കാം.